എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ വെളുത്തുള്ളി കൊണ്ട് ഉണ്ടാക്കിയ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ്. ഇതിന് നമ്മൾ വെളുത്തുള്ളി പൊടിച്ചത് എന്നാണ് പറയൽ. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറ് വയ്ക്കാൻ കറീൻ്റെ പോലും ആവശ്യമില്ല. ഇതുണ്ടാക്കിയ ചട്ടി മതി നമുക്കൊരു പ്ലേറ്റ് നിറയെ ചോറ് വയ്ക്കാൻ. അത്രയും നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി പൊടിച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ 2 കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി നിങ്ങൾക്ക് എത്രയാണോ ഇത് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാൻ ഇതുപോലത്തെ 2 കുടമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും നോക്കിയിട്ട് വേണമെങ്കിൽ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെയാണ് ഉള്ളത്. ശരിക്കും അങ്ങ് അരിഞ്ഞ് കിട്ടിയിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പിനും കുറവായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് വെളുത്തുള്ളി പൊടിച്ചത് റെഡിയാക്കാം. അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പ് ഓൺ ചെയ്തിട്ടൊന്നുമില്ല. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത വെളുത്തുള്ളി മുഴുവനും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുപ്പ് ഓൺ ചെയ്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം തിളച്ച് ഇതിലെ വെള്ളമൊക്കെ വറ്റി നമുക്ക് ഇത് തൊട്ട് കൂട്ടാൻ പാകത്തിന് ആക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ പകുതിയോളം വറ്റിയിട്ടുണ്ട്. ഇതുപോലെ പകുതിയോളം വറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് വീണ്ടും നല്ലോണം തിളച്ച് വീണ്ടും ഒന്ന് വറ്റി നമുക്ക് തൊട്ട് കൂട്ടാൻ പാകത്തിന് ആക്കിയെടുക്കണം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന ആ ഒരു രീതിയിൽ ആകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ വറ്റി ഇതാ ഇതുപോലെ സൈഡിലൊക്കെ എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫാക്കിയിട്ട് സെർവ് ചെയ്ത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ആക്കിയെടുക്കേണ്ടത്. നമുക്ക് തൊട്ട് കൂട്ടാൻ പാകത്തിന്. ഇതൊന്ന് ചൂട് പോകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകും. അപ്പോൾ ഈ ഒരു പാകത്തിന് എടുക്കുക. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ രുചികരമായ വെളുത്തുള്ളി പൊടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറ് വയ്ക്കാൻ. വേറെ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഇതാ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ചട്ടി ഉണ്ടല്ലോ, ഇത് റെഡിയാക്കിയ ചട്ടി,
അതിൽ ചോറ് ഇട്ടിട്ട് പെരക്കിയിട്ട് വേവിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ചോറ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ചട്ടി പോലും വെറുതെ കളയരുത്, അത്രയും നല്ല ടേസ്റ്റുള്ള ഒന്നാണിത്. ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച വരെയെല്ലാം ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. കൂടുതൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, എന്നിട്ട് ആവശ്യത്തിന് എടുത്ത് കഴിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.